നമസ്കാരം. ESV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ അമ്പലപ്പുഴയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വല്ലാത്ത ഒരു അന്താളിപ്പുണ്ട്. അമ്പലപ്പുഴയും അന്താളിപ്പും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ആ അന്താളിപ്പ് എന്നറിയുമോ? ചെയ്തു പോയ അപരാധമോർത്തിട്ട് പലരും പാർട്ടി വിട്ടുപോയി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കാര്യം ജോബ് ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ഭൂട്ട ഉൾപ്പെടെയുള്ളവരൊക്കെ അദ്ദേഹവുമായി പിണങ്ങി, പാർട്ടിയുമായി പിണങ്ങി, അവരൊക്കെ പല വഴിക്ക് പോയി. അതൊന്നുമല്ല ഇപ്പോഴത്തെ അന്താളിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദൈവമേ, ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് അന്താളിപ്പ്. കാരണം അമ്പലപ്പുഴ സീറ്റ് കൂടി കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള പങ്കപ്പാട്, പകപ്പ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പകപ്പ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ, അല്ലെങ്കിൽ അവിടുത്തെ UDF പിന്തുണയ്ക്കുന്ന ജനകീയ സ്വതന്ത്രനായ വ്യക്തിയുടെ പത്രസമ്മേളനം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകരെല്ലാം വെറും പോഴന്മാരാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. സർക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അടങ്ങുന്നതാണോ സർക്കാർ എന്ന് ചോദിക്കുന്ന ഇത്രയ്ക്ക് നിരുത്തരവാദപരവും അരഗൻ്റായി പെരുമാറുന്ന ഒരു നേതാവിനെ പിന്തുണയ്ക്കേണ്ടി വന്നതിൻ്റെ ഗതികേട് ഓർത്തിട്ടാണ് ഈ പകപ്പുണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്. വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു പോയി. അത് കാരണം അവർക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമായി നഷ്ടപ്പെട്ടു പോയത് 3 കോൺഗ്രസ് പ്രവർത്തകരാണ്. 3 പേർ, കുട്ടനാട് ഉൾപ്പെടെ. അങ്ങനെ 3 കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ പ്രധാനികളും യുവാക്കളുമായ 3 കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രവർത്തകരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയത് ഈ ഒരു ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവായിപ്പോയി. അദ്ദേഹത്തിൻ്റെ മൊത്തത്തിൽ നമ്മളത് പരിശോധിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് അയാൾ മാധ്യമപ്രവർത്തകരെ നേരിടുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ആ മനുഷ്യൻ അധികാരഭ്രമമില്ല എന്ന് പറയുമ്പോഴും പിന്നെ എന്തിനാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ നിന്നത്? അപ്പോൾ പറയുന്നത് പിന്നെ നമ്മുടെ മന്ത്രിയെ കുറിച്ചിട്ടാണ്, അതോടൊപ്പം ആരിഫിനെ കുറിച്ചാണ്, AM ആരിഫിനെ കുറിച്ച്. അവർക്കൊക്കെ മത്സരിക്കാമെങ്കിൽ പിന്നെ എനിക്ക് മത്സരിച്ചാൽ എന്താ? ജി സുധാകരൻ, നിങ്ങൾക്ക് 75 വയസ്സ് പിന്നിടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ നിയമാനുസൃതമായി നിയമാവലി പരിഗണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അസംബന്ധമായി മറുപടി പറയുക. അസംബന്ധമെന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ. പോസ്റ്റർ, 100 പോസ്റ്ററിൽ താഴെ പോസ്റ്റർ മതി അത്രേ. അതോടൊപ്പം തന്നെ ബാനറുകളുടെ ആവശ്യമില്ല, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ ആവശ്യമില്ല, ഈ കൺവെൻഷനുകൾ വിളിക്കില്ല. കൺവെൻഷനിൽ UDFകാർ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കും, അല്ലെങ്കിൽ അവരവിടെ സംഘടിപ്പിക്കും, അവിടെ താൻ പോയി പ്രസംഗിക്കും. ഇത് മാത്രമാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു നാട്ടിലെ അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരാളുടെ ചുമതല അവിടെ അവസാനിക്കുന്നു. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് അമ്പലപ്പുഴയിലെ ജനങ്ങളോട് സാധാരണഗതിയിൽ പെരുമാറുക? കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അനുഭവക്കുറിപ്പ് ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ ഫേസ്ബുക്കിൽ അദ്ദേഹം കാണിച്ചിരുന്നത് നമുക്കറിയാം. BJPയിലേക്ക് പോയ ഒരു നേതാവ് ഉണ്ടായിരുന്നു, CPMകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുൾപ്പെടെയുള്ളവർ വലിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ തന്നെയായിരുന്നു. അദ്ദേഹവും ഈ പറഞ്ഞ ജി സുധാകരനും തമ്മിൽ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ്, ഒറ്റ ഫ്രെയിമിൽ 2 വർഗവഞ്ചകന്മാർ എന്ന് തന്നെയായിരുന്നു അതിൻ്റെ കുറിപ്പെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവിടെ അടുത്തുള്ള, അതായത് ആലപ്പുഴ ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ആ ഹൈവേയുടെ സൈഡിൽ. അതിനോട് നേരെ വിപരീത ദിശയിൽ നിന്ന് വന്ന് ഹൈവേയിലേക്ക് കയറുന്ന ഒരു, അതായത് ദേശീയപാത 66, അതിലേക്ക് വന്ന് കയറുന്ന ഒരു റോഡിൽ കുറച്ച് സ്റ്റീപ്പാണ്, കുറച്ച് കയറ്റം കൂടുതലാണ്. അപ്പോൾ ആ കയറ്റം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരനെ കണ്ടിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നു. അദ്ദേഹം കീറിയേറി, ഇന്ന് എൻ്റെ പണിയല്ല എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടും കൂടി പെരുമാറിക്കൊണ്ട് ആ കൊടുത്ത പേപ്പർ കീറി ദൂരെ എറിയുന്നു. അന്നേരം അദ്ദേഹം തിരിച്ച്, പലരും ഉണ്ടായിരുന്നു അന്ന് അവിടുത്തെ ഒരു നേതാവായിരിക്കുന്ന KH ബാബുജാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞു ഒന്നും പറയണ്ട തൽക്കാലമെന്ന്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒടുവിൽ ആ അനുഭവം വന്ന ആൾ പറയേണ്ടി വന്നു, ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ല, ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയുടെ ഇറക്കം, അതായത് ഈ ആവശ്യമില്ലാതെയുള്ള കുത്തനെയുള്ള ഈ കയറ്റം കുറച്ച് തരാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകണം, അതാണ് തൻ്റെ ആവശ്യം എന്നാണ് പറഞ്ഞത്.
തൻ്റെ വീട്ടിലേക്കുള്ള റോഡ് നന്നാക്കി തരുന്ന കാര്യമല്ല ബഹുമാനപ്പെട്ട PWD മന്ത്രി നിങ്ങളോട് പറഞ്ഞത് എന്ന് വളരെ ധാർഷ്ട്യത്തോടു കൂടി തിരിച്ച് മറുപടി പറയേണ്ടി വന്ന ഒരു സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കഥയുമുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ ആ ധാർഷ്ട്യം ജീവിതത്തിലുടനീളം വെച്ച് പുലർത്തി പോരുന്ന ഒരു നേതാവാണ്. ചേർത്തലയിലെ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവിനെ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. ആ പറയുന്ന ഒരിടത്ത് നിർത്തിക്കൊണ്ട്, അതായത് ഇവരെല്ലാം കൂടി കുട്ടനാട്ടിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന അവരുടെ പുനരധിവാസം ക്യാമ്പിലേക്ക് കയറി ചെന്നിട്ട് എന്തിനാണ് ഈ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സഖാവ് അവിടെ നിന്ന് പണപ്പിരിവ് നടത്തി. അത് അവരെ ആ പറയുന്ന അഭയാർത്ഥികളായി താമസിക്കുന്നവരുടെ മുന്നിൽ നിന്ന് അവരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സഖാവിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. സത്യമായ വസ്തുത മനസ്സിലാക്കാതെ, എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാതെ. എന്നിട്ടൊടുവിൽ അദ്ദേഹത്തിന് പാർട്ടി എല്ലാവിധ കാര്യങ്ങളും നൽകിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവിൻ്റെ സ്ഥാനം നൽകി, ഒരു ഓഫീസ് മുറിയും നൽകി, അതോടൊപ്പം തന്നെ പുന്നപ്ര വയലാർ ദീപശിഖയെ പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവണ പോലും ഈ പറയുന്ന G. സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല, ഒരു പാർട്ടി പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പാർട്ടിയെ കുറ്റം പറയും. സ്വന്തം അംഗത്വം പോലും പുതുക്കിയിട്ടില്ല. ബ്രാഞ്ച് സെക്രട്ടറി അംഗത്വം പുതുക്കുന്നതിനുള്ള ഫോം കൊണ്ടുവന്ന് കയ്യിൽ കൊണ്ടു കൊടുത്തു വീട്ടിൽ, എന്നിട്ട് പുതുക്കിയിട്ടില്ല. എന്നിട്ട് ഈ പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അടക്കം കാര്യങ്ങൾ അറിയുന്നത് മാധ്യമങ്ങൾ വഴിയാണ്. ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ ഒരു പാർട്ടി നേതാവ് കാണിക്കേണ്ട മര്യാദ. അവിടെയും ധാർഷ്ട്യമാണ്. പാർട്ടി തന്നെ ഒഴിവാക്കി വിടുന്നു, പാർട്ടി തന്നെ അകറ്റി നിർത്തുന്നു എന്നുള്ള വാചകങ്ങൾ. ഇതാണ് G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഈ മഹത്വത്തെക്കുറിച്ച്. ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി അവിടെത്തി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഒരിക്കലും പത്രസമ്മേളനം വിളിക്കരുത് ഒരു രാഷ്ട്രീയ നേതാവും. അത് G. സുധാകരനല്ല ഇനി ആരാണെന്ന് പറഞ്ഞാലും അവർക്ക് ചോദിക്കാനുണ്ടാകും. ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ പറയില്ല എന്ന് പറയുക. അതിന് പകരം അവരുടെ കുടുംബത്തെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് തെറ്റായ സമീപനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. താനും തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയുമാണോ ഇവിടുത്തെ സർക്കാർ എന്ന് ചോദിക്കുന്നു. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനാണ് സർക്കാർ എന്ന് പറയുന്ന ഒരു അഹങ്കാരം നിറഞ്ഞ ബോധം. ഇതൊക്കെയാണ് G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഏതാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം? എവിടെയാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം ഉള്ളത്? ഈ സംസ്ഥാനത്തിലാണോ, കേരളത്തിലാണോ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഉള്ളത്? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനെ വധിച്ചത് ഏത് പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്ന് ഇപ്പോഴും ഈ സുധാകരൻ സഖാവിന് അറിയാം ആരാണ് കൊന്നത് എന്ന്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നായർ കാവാലികന്മാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടം വരെ വളച്ചുകൊണ്ടുവന്ന് എത്തിച്ചു. എന്തിനായിരുന്നു ആ ജാതിപരമായ പരാമർശം? അതുകൂടി സുധാകരൻ സഖാവ് പറയേണ്ടി വരും പൊതുജനത്തോട്. എന്തിനായിരുന്നു അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? നായർ കൊലയാളികൾ എന്ന വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? കൊന്നത് KSUക്കാരാണ് എന്ന് അങ്ങേക്കും അറിയാം, ഈ പറയുന്ന പൊതുജനത്തിനും അറിയാം. എന്നിട്ടും എന്തിനാണ് നായർ കൊലയാളികൾ എന്ന് പ്രത്യേകമായി അങ്ങ് എടുത്തു പറഞ്ഞത്? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ ധാർഷ്ട്യം കുറെ കൂടി കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞു, ഇലക്ഷനൊക്കെ വരുമല്ലേ സാറേ എന്ന് വളരെ മാന്യമായി ചോദിച്ചു. ഇലക്ഷൻ വരുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാ ചോദിച്ചത്. മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യാനാണെന്ന്. ഇലക്ഷൻ വന്നാൽ, അതായത് G. സുധാകരൻ എന്ന് പറയുന്ന സഖാവിനെ തോൽപ്പിക്കാൻ കഴിയില്ല നേതാവിനെ. അത്രത്തോളം ജനകീയ സ്വതന്ത്രൻ എന്ന പേര് ഒരു പട്ടവും ചാർത്തി കെട്ടിക്കൊണ്ടാണ് താൻ നിൽക്കുന്നത്. തനിക്ക് ചുവരെഴുത്തുകൾ വേണ്ട, തനിക്ക് പോസ്റ്റർ പ്രചരണത്തിന്റെ ആവശ്യമില്ല, ബാനറുകൾ വേണ്ട, ഇലക്ഷൻ കൺവെൻഷനിൽ പറ്റിയാൽ ഞാൻ പങ്കെടുക്കും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതൊരു ഓവർ കോൺഫിഡൻസ് അല്ലേ, അമിതാത്മവിശ്വാസം. എന്ത് തന്നെയാണെങ്കിലും അമ്പലപ്പുഴയിലെ ജനങ്ങൾ നിങ്ങൾക്കിട്ട് വോട്ട് ചെയ്യും എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം, അത് തെറ്റാണ്. ആത്മവിശ്വാസം തെറ്റാണ്. വർഗവഞ്ചകൻ എന്ന് തന്നെ ചാർത്തപ്പെട്ടു കഴിഞ്ഞു G. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനുള്ള പട്ടം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ G. സുധാകരൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് മാധ്യമപ്രവർത്തകരെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ കാണിക്കുന്ന പ്രവണത ഇത് UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണം, കണ്ട് ഭയക്കണം. കാരണം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ അതായത് G. സുധാകരനെ പോലെ ഇത്ര ധാർഷ്ട്യമുള്ള നേതാക്കന്മാരെ ചുമക്കാൻ പോയത് തൻ്റെ അബദ്ധമായി പോയി എന്ന് ഒരു തവണയെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പരാജയം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്തായിരുന്നാലും അമ്പലപ്പുഴയിലെ ഒരു സീറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വളരെ ഭംഗിയായി കൊണ്ട് തുലച്ചു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ അടുത്തോടെ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമായിരുന്നേ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്ന ആ വേളയിലെങ്കിലും അവർ കിടന്ന് മൂവന്തിയോളം കിടന്ന് പണിയെടുക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ നേതാക്കന്മാരെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കണമായിരുന്നു.
ഞങ്ങളുടെ പ്രവർത്തകരാണ് വലുത് എന്ന് എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ധാർഷ്ട്യത്തോടു കൂടി നിൽക്കുന്ന, അധികാരമോഹത്തോടു കൂടി നിൽക്കുന്ന, എന്തു വന്നാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നേതാക്കന്മാരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് പോകില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് വേണ്ട എന്തായിരുന്നു? സതീശൻ പറഞ്ഞ പോലെ വിസ്മയമായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്, വലിയ വിസ്മയം. ആ വിസ്മയത്തിന് കുരുതി കൊടുക്കേണ്ടി വന്നത് 3 നേതാക്കന്മാർ അല്ലെങ്കിൽ 3 പ്രവർത്തകരെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ബലി കൊടുക്കേണ്ടി വന്നത്. ബലി കൊടുത്തു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ BJPക്ക് തീരെഴുതി കൊടുത്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന് പറയുന്ന ഒരു പൊതു കൾച്ചർ ഇപ്പോഴും നിലവിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് കോൺഗ്രസിനോടുള്ള ചെറിയ സ്നേഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ബംഗാളിൽ സഖാക്കന്മാരെ കൊന്നൊടുക്കിയത് കോൺഗ്രസ് ആണ്, നിരവധി സഖാക്കന്മാരെ കൊന്നൊടുക്കി. പക്ഷേ അവിടെയാണ്, രണ്ടാമത്തെ വാചകത്തിലാണ് ജി സുധാകരൻ്റെ കോൺഗ്രസിനുള്ള അമിതമായ സ്നേഹം കാണുന്നത്. ആ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് ഉള്ള ഇരട്ടത്താപ്പുള്ള ഒരു നേതാവായി ജി സുധാകരൻ കാണുന്നത് തന്നെ ഒരു മോശമായ കാര്യമാണ്. സത്യത്തിൽ ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവജന നേതാക്കന്മാരും സഖാക്കന്മാരും ഈ ജി സുധാകരൻ എന്ന് പറയുന്നൊരു നേതാവിനെ കണ്ടുപഠിക്കണമെന്നൊരു 1000 ആവർത്തി പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ സഖാക്കന്മാർക്ക് തിരുത്തി പറയേണ്ട ഗതികേടുണ്ടായി. ഒരു കാരണവശാലും നിങ്ങൾ കണ്ടുപഠിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു സഖാവ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുണ്ടെങ്കിൽ ആ സഖാവിൻ്റെ പേര് ജി സുധാകരൻ എന്ന് തന്നെയായിരിക്കും. അതുതന്നെയായിരിക്കും കാലം അടയാളപ്പെടുത്തുക എന്നും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.